ഭരതനാട്യം ആക്ച്വലി ഞാൻ കോമഡി പടം എന്നുള്ള രീതിയിലല്ല അതിനെ അപ്രോച്ച് ചെയ്തത്. അതൊരു ഫാമിലി ഫീൽഡും പടം ഹ്യൂമർ ഫ്ലേവറിൽ പറയുന്നു എന്നേ ഞാൻ അതിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും കുറേ പേര് പറഞ്ഞു കോമഡി കുറവായിരുന്നു എന്നും കണ്ടിരുന്നു. അപ്പോൾ പിന്നെ അതിൽ തീർക്കാത്തതുകൊണ്ട് കോമഡിയും നമുക്ക് വേണ്ടോളം വേണം എന്നുള്ളതുണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ടായിരുന്നു നമ്മളിതിലോട്ടേക്ക് എത്തിയത്. മോഹിനിയാട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഹ്യൂമറാണ്, ഒപ്പം തന്നെ ഒരു ചെറിയൊരു ഒരു ക്രൈം സംഭവിക്കുന്നുണ്ട്. അത് ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ക്രൈമിനെ എങ്ങനെ നോർമലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊരു ലീഗൽ സൈഡ് ഉണ്ടാവുമോ, അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട്? അല്ല, ഞാൻ അങ്ങനെ അതിലോട്ട് കൂടുതൽ പോകാറില്ല. കാരണം എല്ലാതരം സിനിമകളും വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത്തരം സിനിമകൾ കാണാൻ എനിക്കിഷ്ടമാണ്. കാണാൻ എന്ന് പറഞ്ഞിട്ട് ഞാനത് കണ്ട് ആൾക്കാരെ കൊല്ലാൻ പോവില്ല. അപ്പോൾ അത്തരത്തിൽ തന്നെ എടുക്കുന്നൊരു വലിയൊരു സമൂഹം ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. സിനിമയാണ്